ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിൽ സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രാങ്കിലിനായിട്ടാണ്. അത് നമ്മുടെ GTA 5. അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ GTA 5ൻ്റെ വീഡിയോ കിട്ടിയിട്ട് അപ്പോൾ ഇന്നൊരു അടിപൊളി ഒരു റെയർ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫോർച്യൂണർ കാറാണ് നമ്മൾ ഇന്ന് ഓഫ് റോഡ് എടുക്കാൻ പോകുന്നത്. നമ്മുടെ സാധാ ഫോർച്യൂണർ അല്ല, ഇത് കംപ്ലീറ്റ്ലി ലിഫ്റ്റഡ് ഒരു മോൺസ്റ്റർ ട്രക്ക് ലെവലിലുള്ള ഒരു ഫോർച്യൂണറാണ്. അതിപ്പോൾ നമ്മുടെ സിറ്റിയിലൊന്നും അങ്ങനെ ഭയങ്കര അൾട്രാ റെയർ വണ്ടിയാണ്. അപ്പോൾ സിറ്റിയിൽ കാണാനേ സാധാ ഫോർച്യൂണറൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റുമെങ്കിൽ ബട്ട് നമ്മുടെ ഓഫ് റോഡ് ഫോർച്യൂണർ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് റെയർ വണ്ടിയാണ്. നമ്മുടെ സിമിയോൺ എവിടെ നിന്നോ ഒപ്പിച്ചുകൊണ്ട് വന്നതാണ്. മിക്കവാറും എന്തായാലും മോഷ്ടിച്ചായിരിക്കും, എന്നാലും പുള്ളി വണ്ടി ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വണ്ടി എടുത്ത് എന്തായാലും നമുക്കൊരു കിടലിന് ഓഫ് റോഡ് പോകാം. എന്ന് വെച്ചാൽ അടിപൊളി മോഡിഫിക്കേഷനൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ സിമിയോൺ നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്യാം. മാക്സിമം കൂടെ ലിഫ്റ്റ് ഏറ്റവും കൂടുതൽ മുകളിലോട്ടാക്കി ഇടാം ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കൂട്ടുകാരാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഓൺ ദ റോഡ് 10K ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ടാർഗറ്റ് 500 ലൈക്സ് ആണ്. അപ്പോൾ എന്തായാലും ആൾക്കാരും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലാൻഡ് റോവർ ഡിഫൻഡറാണ്. ഈ വണ്ടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓഫ് റോഡ് പോയപ്പോൾ എടുത്തായിരുന്നു. ഇതൊരു അടിപൊളി വണ്ടിയൊക്കെയാണ്. നമ്മൾ ഈ വണ്ടി കൊണ്ട് വേറൊരു സൈഡിൽ കൂടി ഓഫ് റോഡ് പോയത്, ചില്ലിയാടല്ല പോയത്, വേറൊരു ട്രിപ്പാണ് പോയത്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ അതും ഒരു അടിപൊളി വീഡിയോ ആയിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ 4 പേരും കാണും. അവരെ പോയി പിക്ക് ചെയ്യണം. അവർ മറ്റേ പെട്രോൾ പമ്പിൻ്റെ അവിടെ നിൽക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് സിമിയോൻ്റെ ഷോറൂമിലോട്ടല്ല എന്ന് വരാൻ പറഞ്ഞത്, ഇന്ന് വേറൊരു സ്ഥലത്തോട്ടാണ് വരാൻ പറഞ്ഞത്. നമ്മുടെ ഇവിടെ ഈ ട്രെയിൻ സ്റ്റേഷൻ്റെ ഇവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ ഒരു പാർക്കിങ്ങിൻ്റെ അടുത്ത് വരാനാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു സീക്രട്ട് ഡീലാണ്, അതാണ് ഷോറൂമിൽ വെച്ച് നടത്തേണ്ടതെന്ന് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ്റെ മുമ്പിലുള്ള അപ്പാർട്ട്മെൻറ്റ്. ഇതേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതേ കിടക്കുന്നു, അത് തന്നെയാണെന്ന് പറഞ്ഞ വണ്ടി. എൻ്റെ മോനെ, വണ്ടി ജസ്റ്റ് നോക്കി ഗൈസ്, ഇത് തന്നെ വണ്ടി. നമുക്ക് വേണ്ടിയിട്ട് റെഡ് കളർ അടിക്കാം. റെഡ് എന്തായാലും അടിക്കാം. നമ്മുടെ ഡിഫൻഡർ ഇവിടെ ഇട്ടേക്കാം. ഡിഫൻഡർ നമ്മുടെ സിമിയോൻ കൊണ്ടുപോയിക്കോളും, അതൊരു വിഷയമല്ല. ഇതേ കിടക്കുന്നു. ഇത് സാധാ ഒരു ഫോർച്യൂണർ അല്ല ഗൈസ്, ഇത് ടൊയോട്ട ഫോർച്യൂണർ തന്നെ. ടൊയോട്ട ഫോർച്യൂണർ ഫുള്ളി ലിഫ്റ്റ് ചെയ്തേക്കുന്ന വണ്ടിയാണ് ഗൈസ്. ഓ വീലൊക്കെ വെറുതെ ഇതെന്താ റാഗ്നറോ? ഓക്കെ, ഗുഡിയൻ്റെ ടയറാണ്, റാംഗ്ലറിന് എഴുതിയുണ്ട്. ഫോർച്യൂണർ എന്നൊക്കെ ബാക്കിൽ സെറ്റായിട്ടൊക്കെ എഴുതിയിട്ട് ഇൻറ്റീരിയറൊക്കെ ഓണാക്കി ഇട്ടേക്കാണ് പുള്ളി നൈസായിട്ട്. നമുക്ക് എന്തായാലും സിമിയോൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വണ്ടി എന്തായാലും കൊണ്ടുപോകാം. ഹലോ സിമിയോൺ, എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? ഓക്കെ ഗൈസ്, നമ്മുടെ സിമിയോൻ പറഞ്ഞത് വണ്ടി എടുത്താൽ പുള്ളി കയറുന്നുണ്ട് എന്ന് വെച്ചാൽ വണ്ടി ചെറിയ മോഡിഫിക്കേഷനൊക്കെ ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാവരും വണ്ടി കയറി നിൽക്കേണ്ട വരും മിക്കവാറും. ഇത് മിക്കവാറും ആരെയും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഗൈസ്. എന്ന് വെച്ചാൽ ഇത് സിംഗിൾ സീറ്റ് വണ്ടിയാണ്. ബട്ട് കുഴപ്പമില്ല, നമുക്ക് അവരോട് വേറെ വണ്ടിയിൽ വരാൻ പറയാം, കുഴപ്പമൊന്നുമില്ല. സിമിയോണ്, നിങ്ങൾ ആ വണ്ടി കയറി പോയിക്കോ, ഞാൻ ഈ വണ്ടി എന്തായാലും കൂടി പണിതിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഗൈസ്. ഇതൊരു സെറ്റപ്പ് വണ്ടി തന്നെയാണ്. ഫുൾ ഡ്രിഫ്റ്റിംഗ് ആണ് കേട്ടോ, ഭയങ്കര ഡ്രിഫ്റ്റിംഗ് ആണ് വണ്ടി. ഒരു ട്രാക്ഷൻ കിട്ടുന്നില്ല. നമുക്ക് എഞ്ചിനൊക്കെ ഒന്ന് ഫുൾ അപ്ഗ്രേഡ് ചെയ്യണം. വണ്ടി ഇപ്പോൾ ഫുള്ളി മോഡിഫൈഡ് ഒന്നും അല്ല, കുറേ മോഡിഫിക്കേഷൻ ബാക്കിയുണ്ട്. പുള്ളി പറഞ്ഞ് നേരെ കൊണ്ടുപോയി ലോസ് ആൻഡൽസ് കസ്റ്റംസിൽ കയറ്റിക്കോ. അവിടെ എൻ്റെ മോനെ ഇടിച്ച് പിന്നെ അവിടെ നിൽപ്പുണ്ടായതാണോ? ഓക്കെ, അതെന്തായാലും അവിടെ നടക്കട്ടെ. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ലോസ് ആൻഡൽസ് കസ്റ്റംസിലോട്ട് പോവാം. ഒരു ചെറിയ മോഡിഫിക്കേഷനൊക്കെ ചെയ്യുക ഗൈസ്. എന്തായാലും നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റ് മാറ്റി റെഡ് അടിക്കണം. ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചത് ഈ വണ്ടിക്ക് സീറ്റ് കുറവാണ്. സീറ്റില്ലേ, നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഇപ്പോൾ കറൻറ്റ്ലി എന്തായാലും സീറ്റില്ല. നമുക്ക് ലോസ് ആൻഡൽസ് കസ്റ്റംസിൽ പോയി സീറ്റ് ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രമേ നമുക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഗൈസ്. അല്ലെങ്കിൽ അവർ സെപ്പറേറ്റ് വണ്ടിയിൽ വരണം, അതൊരു ഫണ്ണല്ല. പോകുമ്പോൾ എല്ലാവരും കൂടി ഒരു വൈബ് ചെയ്ത് പോകണം, എന്നാലും രസമുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ കയറ്റാം. വേറെ കുറേ മോഡിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. എഞ്ചിനൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. സ്പീഡൊന്നും അത്ര അങ്ങോട്ട് ഉണ്ട്, സ്പീഡ് അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട്. എന്നാലും കുറച്ചും കൂടി സ്പീഡ് ഉണ്ടെങ്കിൽ വണ്ടി വരെ സെറ്റാവും. ഓക്കെ, ഇനിയിപ്പോൾ ടൊയോട്ട ഫോർച്യൂണർ എല്ലാം അപ്ഗ്രേഡ് ചെയ്തേക്കാം, ഒന്നും നോക്കണ്ട. ചാസി ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. ബമ്പറൊക്കെ ടൊയോട്ട സെറ്റായിട്ട് എഴുതിയുണ്ട്, ഇത് തന്നെ എടുക്കാം. ഓക്കെ, അതൊരു എങ്ങാനും വണ്ടി താഴോട്ട് എന്നൊക്കെ പൊക്കാൻ എന്തെങ്കിലും വേണ്ടേ? ഇത് ഇപ്പോൾ സീറ്റൊക്കെ വന്നല്ലോ. നേരത്തെ സീറ്റ് ഉണ്ടായിരുന്നില്ല ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ സീറ്റൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇനി നമുക്ക് ആൾക്കാരെ കയറ്റാം. നമ്മുടെ എയർ ഇൻടേക്ക് വന്നിട്ടുണ്ട്. എങ്ങാനും വെള്ളത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആവശ്യം വരുമല്ലോ, അപ്പോൾ എയർ ഇൻടേക്ക് ഇടാം. പിന്നെ ഫെൻറ്റേഴ്സൊക്കെ ഇട്ടേക്കാം. നമ്മൾ എന്തായാലും നല്ലൊരു ഓഫ് റോഡ് ട്രിപ്പാണ് പോകുന്നത്. ഏത് ലൈറ്റ് ഇടണം? റെഡ് ഇടാം അല്ലേ? റെഡാണ്, അല്ല യെല്ലോ ഇടാം. നമുക്ക് എന്തായാലും വണ്ടി റെഡ് കളർ അടിക്കാനുള്ള. ഓക്കെ, ഇതെടുക്കാം. ഹോണൊക്കെ എന്തിനാ, ഇതൊക്കെ ഉണ്ട് ആവശ്യത്തിന് വണ്ടിക്ക്. അപ്പം പ്ലേറ്റൊന്നും ഇല്ല, എന്നാലും ഒരു പ്ലേറ്റ് കിടക്കട്ടെ. നമുക്ക് ഏത് കളർ അടിക്കുന്നതാണ്? വണ്ടി ഇൻറ്റീരിയർ എന്താ റെഡ് കളറാണ്, നോക്കട്ടെ. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ഫോർച്യൂണർ, എൻ്റെ മോനെ. വൈറ്റും ലുക്കാണ് കേട്ടോ, എല്ലാം വെറുതെ ഒന്നിനൊന്നിന് മെച്ചമായിട്ട് കിടക്കുകയാണ്. ഇത് വെറുതെ കണ്ണടിച്ചു പോകുന്ന കളറാണ് ഗൈസ്. നമുക്കൊരു വൈൻ റെഡ് സെറ്റ്, വൈൻ റെഡ് സെറ്റ്.
അല്ല വൈൻഡറിനേക്കാളും നല്ല മറ്റേ റെഡ് തന്നെയാണ് ഗൈസ്. മറ്റേ റെഡ് തന്നെ അടിക്കാം, ആണെങ്കിൽ തിളങ്ങി ഇന്നോളും വണ്ടി. ഓ ഈ റേസിംഗ് റെഡ്, ഫോർമുല റെഡ്, അത് തന്നെ ഞാൻ നോക്കിയായി. ഇനി ഇവിടെ മാറ്റാമല്ലേ? ഇത് നമ്മൾ ഏത് കളർ അടിക്കും? ഇത് വേണമെങ്കിൽ വൈറ്റ് അടിക്കുക ഗൈസ്. വൈറ്റ് അടിച്ചാൽ അപ്പോൾ ഓൾറെഡി വൈറ്റ് ആണ് വണ്ടി. ബ്ലാക്ക് എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ. ഓക്കെ ബ്ലാക്ക്, ബ്ലാക്കാണ് കേട്ടോ സെറ്റ്. ബ്ലാക്ക് എടുക്കാം. അപ്പോൾ ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റൂഫിൻ്റെ മുകളിലെ ലൈറ്റ് അതെന്തായാലും വേണം. ഇത് കുറേ ലൈറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട് ഗൈസ്. മുമ്പിൽ 2 ലൈറ്റ്. ഇത് പിന്നെ ഗൈസ് വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, അത് ഇവിടെ ഒരു ഗോപ്രോ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വന്നതാണ്, ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ കേട്ടോ. ഒരു ഗോപ്രോ ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ആൾക്കാർ. നമുക്ക് ഈ ലൈറ്റ് നോക്കിയാൽ ഗൈസ്, ഇതൊരു സെറ്റ് ലൈറ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു അത്. സസ്പെൻഷൻ കുറച്ചങ്ങോട്ട് കാത്തിയേക്കാം. ട്രാൻസ്മിഷൻ എന്തായാലും വേണം, റേസ് ട്രാൻസ്മിഷൻ, ടർബോ, വീൽസ്. ഓക്കെ വീൽസ് ഇത് തന്നെ മതി, നല്ല കിടലം വീൽസാണ് അത് എന്നാണ്. ഓക്കെ അപ്പോൾ ഗൈസ് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് ഇറങ്ങാം. ഓക്കെ ഗൈസ് വണ്ടി ഇത് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ മോനെ സെറ്റ് വണ്ടി കിട്ടോ. ഒരു നല്ല ലൈറ്റും കത്തിച്ചിട്ടുണ്ട് വെറുതെ ഒന്ന് നോക്കിയില്ല. ഇനിയിപ്പോൾ നമുക്ക് സിമിയോനെ കയറ്റാൻ പറ്റും നോക്കട്ടെ. സിമിയോ നമ്മുടെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ നേരെ പോയി നമുക്ക് അവരെ അങ്ങോട്ട് പിക്ക് ചെയ്യാം ഗൈസ്. നമ്മുടെ ആൾക്കാർ, നമ്മുടെ ഫ്രാങ്ക്ലിനുണ്ട്, മൈക്കിളുണ്ട്. ഫ്രാങ്ക്ലിൻ നമ്മുടെ കയ്യിലുണ്ട് ഓൾറെഡി. ട്രെവർ ഉണ്ട്, മൈക്കിളുണ്ട്, പിന്നെ ലെസ്റ്റർ ഉണ്ട്. അപ്പോൾ എല്ലാവരും വരുന്നതാണ് പറഞ്ഞത്. എൻ്റെ മോൻ ഇത് ചില്ലറ സ്പീഡൊന്നും അല്ല കേട്ടോ ഗൈസ്, നല്ല സ്പീഡുണ്ട് വണ്ടിക്ക്. അപ്പോൾ ഇത്തിരി പാടായിരിക്കും നമുക്ക് കൺട്രോൾ ചെയ്യാൻ. എന്നാലും പ്രശ്നമൊന്നുമില്ല, നമ്മളെന്തായാലും മൗണ്ടൻ കയറാൻ പോകണം. അപ്പോൾ ഇത്തിരി പവർ ഉണ്ടെന്ന് വെച്ച് നമുക്കൊരു ഗുണമാണത്. അപ്പോൾ ഇതേ എന്തായാലും ഇതേ അങ്ങോട്ട് പോകും. ഓക്കെ ഗൈസ് നമ്മളിപ്പോൾ അവിടെ ഇടിച്ചാണ് നൈസായിട്ട്. ഓക്കെ ഗൈസ് നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ അതിവിടെ കുറച്ച് ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. ഓക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കോ നൈസായിട്ട്. ഇതെന്താണ് വണ്ടിയിൽ നിന്ന് എന്താണ് ഫ്രാങ്ക്ലിൻ അങ്ങനെയൊക്കെ ഇറങ്ങിയത്? ഇത് ഡോറൊക്കെ ഇങ്ങനെ അടയേണ്ടതാണ്. ഓക്കെ കൊള്ളാം. ഡോറ് തുറക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. മിക്കവാറും എനിക്ക് തോന്നുന്നു അവർ വേറെ ഇവിടെ സെറ്റ് കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ നമ്മുടെ റോൾസ് റോയ്സ് ഉണ്ട്, നമ്മുടെ പോർഷുണ്ട്, നമ്മുടെ X6 ഒക്കെ ഉണ്ട്, സെറ്റാണ്. X6 ഒരു രക്ഷയില്ല കേട്ടോ. ഈ പോർഷും ഇത് ട്രെവറിൻ്റെ, ഇത് മൈക്കിളിൻ്റെ ആയിരിക്കും, അത് ലെസ്റ്ററിൻ്റെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ട്രിപ്പൊക്കെ ഒന്ന് പോയി നോക്കാം. നമുക്ക് എന്തായാലും വണ്ടി കയറാൻ പറ്റുന്ന അത് ശ്രമിക്കാം, അല്ലെങ്കിൽ അവർ X6ൽ നമ്മളെ ഫോളോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ലെസ്റ്റർ വാ നമുക്ക് പോയാലോ. 2 hours later. ഓക്കെ കഴിച്ച് നമ്മളിത് ട്രിപ്പ് പോകാനൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ മൈക്കിളും ട്രെവറൊക്കെ എത്തിയിട്ടുണ്ട്. ട്രെവർ ആ വണ്ടിയിലാണ്. എൻ്റെ അമ്മോ എന്താ മോൻ ഇടുക്കില്ല എന്താ കാണിക്കുന്നത്? ഇവർക്ക് വണ്ടി കൊടുത്തപ്പോൾ ഈ പ്രശ്നവും. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ മൗണ്ടൻ കയറാൻ പോവുകയാണ്. അവർ ഫോളോ ചെയ്ത് നമ്മൾ വരുന്നതായിരിക്കും. നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഫോർച്യൂണറിൽ അങ്ങോട്ട് കയറി തുടങ്ങാം കഴിച്ച്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ വെറുതെ സമയം കളയണ്ട. ഇത്തിരി പവർ കൂടുതലുള്ളതുകൊണ്ട് ഇത്തിരി ടാസ്ക് ആയിരിക്കും കയറാൻ. പക്ഷേ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കയറാം. ഇപ്പോൾ ഈ വണ്ടിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ഫ്രാങ്ക്ലിൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ആ വണ്ടിയിലാണെന്ന് വെച്ചാൽ ഇതൊരു കംപ്ലീറ്റ്ലി ഓഫ് റോഡ് ഡെഡിക്കേറ്റഡ് വണ്ടിയാണ്. അപ്പോൾ ഒരു സിംഗിൾ സീറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് സംഭവം ഉണ്ടാക്കിയേക്കുന്നത്. ഇവിടെ ആൾക്കാർ പുറകെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മലയൊക്കെ കയറി വരുന്നുണ്ടെന്ന്. അവിടെ സ്റ്റക്കായി കിടക്കണ്ട. അവരെത്തിക്കോളും, പ്രശ്നമൊന്നുമില്ല. അത് 3 പേരില്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഗൈസ്. അത് നമുക്ക് നൈസായിട്ട് ഇങ്ങോട്ട് കയറാം. ഇതിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള വ്യൂ ഒക്കെ നോക്കുവാണെങ്കിൽ അടിപൊളി വ്യൂ ആണ്. ഗോപ്രോ ഒക്കെ ഇരിക്കണുണ്ടോ ഗൈസ്? ഇത്തിരി പാടാണ് കയറാൻ, എന്നാലും നമുക്കിത് ജസ്റ്റ് കയറാം. പവർ കിട്ടുന്നുണ്ട്. എൻ്റെ മോനെ ഞാൻ വെച്ചാൽ ആദ്യം വണ്ടിയുടെ പവറൊക്കെ കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ സുഖമായിട്ട് കയറി പോകുന്നു. വണ്ടി അത്ര സുഖമായിട്ടല്ല കയറണത്, ഇത്തിരി ടാസ്ക് ഉണ്ട്. ഇത്തിരി ഓഫ് റോഡ്, ഇത് കംപ്ലീറ്റ്ലി ഒരു ഓഫ് റോഡ് വണ്ടി ആണെങ്കിലും ഇതൊരു ഷോ കാറായിട്ടാണ് മെയിനായിട്ട് ഉണ്ടാക്കിയേക്കുന്നത് ഗൈസ്. വണ്ടി വെറുതെ ഷോവിന് വെക്കാനൊക്കെ. അപ്പോൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ സിമിയോൺ ഇത് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് തരുന്നത്. വണ്ടി കൊള്ളാം എന്തായാലും, വണ്ടി ഇഷ്ടപ്പെട്ടു. വണ്ടിയൊക്കെ ഒരു സെറ്റ് വണ്ടിയാണ്. നമുക്ക് എന്തായാലും അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒരു നൈറ്റ് വരെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോരാം ഗൈസ്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തി. ഇനിയും കുറേ കയറാനുണ്ട്. നമ്മുടെ മൗണ്ടൻ എത്തുമ്പോഴാണ് ഏറ്റവും അടിപൊളി കയറാൻ. ഞാൻ കൺട്രോൾ വെച്ചാണ് ഗൈസ് കളിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തിരി പാടായിരിക്കും ഓഫ് റോഡ് ഓടിക്കാൻ. എന്ന് വെച്ചാൽ കീബോർഡ് ഓടിക്കാൻ അത്ര ഫണ്ണല്ല, അതുകൊണ്ട് ഞാൻ കൺട്രോൾ എടുത്ത് കളിക്കണം. ഇവിടെ ഇവിടെയൊക്കെ മുയലൊക്കെ ഉണ്ടല്ലോ, ആദ്യമായിട്ടാണ് ഇത്ര മുയലും ഒരുമിച്ച് കാണുന്നത്. ഇതേ പോയി ഇല്ല. ഓക്കെ അത് ഭയങ്കര ക്ലോസ് കോളായിരുന്നു. ഞാൻ വെച്ചാൽ ഓൾമോസ്റ്റ് തെറിച്ച് പോയിന്ന് കരുതിയേ. അപ്പോൾ ഇവിടെ എത്തിയവന്മാർ, എൻ്റെ മോനെ. നിങ്ങളാദ്യം പോകും, ആരെങ്കിലും ഒരാൾ ആദ്യം പോകും. എന്താണത്? നമ്മളൊന്ന് ട്രിപ്പൊക്കെ പോകുന്ന വിധം ആദ്യം എത്തണം. ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്നുള്ള മൈൻഡാണ് അവർക്ക്. ഓക്കെ മൈക്കിളെ എന്താണ് ഹോൺ അടിക്കല്ലേ? നമ്മളൊരു ട്രിപ്പൊക്കെ പോകുമ്പോൾ അമ്മർക്ക് ഭയങ്കര ധൃതിയാണ് കൈസ്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല.
ഇതേ മര്യാദയ്ക്ക് ഓടിച്ചില്ലെങ്കിൽ തെറിച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല കേട്ടോ. ഞാൻ വരുമൊന്നുമില്ല പിക്ക് ചെയ്യാൻ, ഇപ്പോഴേ പറഞ്ഞേക്കാം. ഇതേ വണ്ടിയുടെ ഹെഡ്ലൈറ്റൊക്കെ ഒന്ന് ഇട്ടേക്കാം. എൻ്റെ മോനെ എല്ലാ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിലും വെറുതെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും നമുക്ക് ഇവർ അവിടെ എത്തുമ്പോഴേക്കും അവരുടെ വഴി എത്തും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവരങ്ങോട്ട് പോയേനെ. കൊള്ളാം. മൈക്കിളിന് ഭയങ്കര ധൃതി കഴിച്ചു. ഇപ്പോൾ ട്രെവർ ഓടിക്കണമെങ്കിൽ നമ്മൾ ഇടിച്ചുകൊണ്ട് പോയേനെ മായി. ഓ എൻ്റെ അമ്മ, ആരെയൊക്കെ ഒന്നും ഞാൻ ഷോ. ഓക്കെ, ഇതൊരു റിമോട്ട് കൺട്രോൾ കാർ ഓടിക്കുന്ന പോലെ ഫീലിംഗ് ഉണ്ട് കൈസ് എനിക്ക് ഈ വണ്ടി ഓടിക്കും. അതിപ്പോൾ നമ്മളിപ്പോൾ വണ്ടി ഓടിക്കേണ്ട കൈസ്, അവർ നമ്മളൊന്ന് തള്ളിത്തന്നുള്ളൂ. ഈ മണ്ടനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യിപ്പിക്കുക ഇപ്പോൾ അവനെ. ഫ്രണ്ട്സായി പോയി, അല്ലെങ്കിൽ ഇപ്പോൾ തിരിച്ചു പോയി. അത് കുറച്ച് നേരം അവിടെ കിടന്ന് കറങ്ങും. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോവാം. അവർ പതുക്കെ ഇങ്ങനെ കയറി വരട്ടെ. അവർക്ക് ഭയങ്കര ധൃതിയാണ് കൈസ്. ധൃതി എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്തൊരു ധൃതി, അതാണ് പ്രശ്നം. ഞാൻ അവിടെ കുറച്ച് നേരം കിടന്നിട്ട് അവർ വരത്തുള്ളൂ, അപ്പോൾ കുഴപ്പമില്ല. നമുക്ക് ഇനിയിപ്പോൾ ആരുമ്പോൾ നമ്മൾ ഇടിക്കത്തില്ല കൈസ്. ഓക്കെ, അതെ നമ്മളിങ്ങനെ കയറി. അതെ അവർ വന്നിട്ടുണ്ട്. അവരെന്തായാലും കൊള്ളാട്ടോ. നമ്മുടെ മൈക്കിൾ നൈസായിട്ടൊക്കെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. വന്നുണ്ടോ? ഞാൻ നൈസായിട്ട് X6 എന്തായാലും ഈ മല കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടും, എന്നാലും കുഴപ്പമില്ല. അതെങ്ങനെയെങ്കിലും നമ്മുടെ മൈക്കിളാഷൻ എടുത്തുകൊണ്ട് വന്നോളൂ. ഞാൻ ഫുൾ ത്രോട്ടിലുണ്ട് കൈസ് ഇങ്ങനെ കയറ്റുന്നത്. ഓഫ് റോഡ് ട്രിപ്പ് രക്ഷയില്ല. അതെ വണ്ടി കറങ്ങിപ്പോയി. ഇത്തിരി പാടാണ് വണ്ടി വളയ്ക്കാൻ. ഫുൾ പവർ എടുത്താലേ കയറണുള്ളൂ വണ്ടി. എൻ്റെ അമ്മേ, വണ്ടി വീലൊക്കെ ആയി പോവാണ് കൈസ്. അത് കയറണല്ല ഫുൾ ത്രോട്ടിൽ. ഇല്ല ഇവന്മാർ കയറി എത്തിയ. എൻ്റെ അമ്മ, ഞാൻ വിളിച്ചാൽ അവന്മാർ കയറില്ല, ഞാൻ കയറി പോകുന്നത് കരുതിയത്. ഇവന്മാരിങ്ങനെ കയറി എത്തി. ആ വണ്ടിക്ക് നല്ല ടോർക്ക് ഉണ്ട് കേട്ടോ കൈസ്, അതാണ്. എൻ്റെ ഫുൾ ത്രോട്ടിൽ ഞാൻ എടുത്ത്. എന്താ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൈസ്, നമ്മൾ അപ്പിൽ കയറുമ്പോൾ ഒരിക്കലും ബ്രേക്ക് ഇടാൻ പാടില്ല. ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ മൊമെൻറ്റം നമ്മൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കയറില്ല. അതാ പ്രശ്നം പറ്റിയത്. ഓക്കെ, കയറിക്കോ. അത് തന്നെ, നോട്ട് ബാഡ്, കുഴപ്പമില്ല. ഓക്കെ, ഇനി അവന്മാർ ഇത്തിരി ബുദ്ധിമുട്ടും. ഇങ്ങനെ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കയറിയത്, പക്ഷേ അവന്മാർ കൂളായിട്ട് കയറി വരുന്നുണ്ട്. നമ്മളാണ് കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും കുറച്ചും കൂടി ഉണ്ട് കയറ്റം, കുറച്ചധികമുണ്ട് കയറ്റം, അതാണ്. കയറി വണ്ടിക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇങ്ങോട്ട് പവർ കൂട്ടായിരുന്നു. ആ ടർബോക്കെ ഒന്ന് കുറച്ചും കൂടി ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പീഡൊക്കെ കിട്ടും. ഓക്കെ, സെറ്റ്. അതെന്തായാലും വലിയ കുഴപ്പമില്ലാത്ത ടേൺ ആയിരുന്നു അത്. ഓക്കെ ഗൈസ്, കൊള്ളാം. ഇനിയിപ്പോൾ റൈറ്റ് എടുക്കണം. ഇത് ഇത്തിരി സ്റ്റീപ്പ് ടേൺ ആണ്. താഴോട്ട് പോലെ. ഓക്കെ, അതൊരു അടുത്ത ക്ലോസ് കോളായിരുന്നു. ഓക്കെ, തർക്കിയിട്ടില്ല. ഓക്കെ ഗൈസ്, അത് വലിയ കുഴപ്പമില്ലാത്തൊരു ടേൺ ആയിരുന്നു. ഈ അടുത്ത ടേൺ വന്നിട്ടുണ്ട്. ഇത് ഇത്തിരി സ്റ്റീപ്പാണ്. നമ്മൾ ലാൻഡ് ക്രൂസർ കൊണ്ട് വന്നപ്പോൾ ഇത്തിരി പാടായിരുന്നു കയറാൻ. ബട്ട് ഈ ഫോർച്യൂണറിന് ഇത്ര പവർ ഉണ്ടാവും ഞാൻ കരുതി കേട്ടോ. നല്ല കിടിലം വണ്ടി. പിന്നെ നമ്മൾ മോഡിഫൈ ചെയ്തതിൻ്റെ ഒരു ഗുണം കൂടി ഉണ്ട്. ഓക്കെ ഗൈസ്, എനിക്ക് വേണം അവരവിടെ പെട്ടു എന്നുണ്ട്. നമുക്ക് എന്തായാലും മോളിൽ ചെന്നിട്ട് വെയിറ്റ് ചെയ്യാം. ഈ വണ്ടിയും കൊണ്ട് താഴോട്ട് പോയി പിക്ക് ചെയ്യലും നടക്കത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും മോളിൽ പോയി വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, സെറ്റ്. ഇനിയിപ്പോൾ ഇത്തിരി സ്ട്രെയിറ്റ് ആണ്. അവന്മാരെ വെയിറ്റ് ചെയ്തുന്ന സമയം കളയണ്ട. നമുക്ക് എന്തായാലും ഒരു സൺസെറ്റിൻ്റെ മുമ്പ് അവിടെ എത്തി സൺസെറ്റൊക്കെ കാണാനുള്ളതാണ് നമുക്ക്. അപ്പോൾ എന്തായാലും അവിടെ പോവാം. ഓക്കെ, എൻ്റെ അമ്മ, വണ്ടി വെറുതെ രക്ഷയില്ല കേട്ടോ. ഈ ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് ഓഫ് ആവണം. എന്താണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓണാക്കി കൊടുക്കണം. ലൈറ്റ് ഓഫ് ആയാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാലും വണ്ടി കാണാൻ ലുക്കാണ് ലൈറ്റൊക്കെ ഓണാക്കി ഇടുമ്പോൾ. ഓക്കെ ഗൈസ്, നമ്മളിത് ടോപ്പ് എത്താറായി. ഇനി ഇവിടുന്ന് റൈറ്റ് എടുക്കാം. ഓക്കെ, കൊള്ളാം. എൻ്റെ അമ്മ, നന്നായിട്ട് ബേൺ ഔട്ട് ആവുന്നുണ്ട് വണ്ടി കേട്ടോ. ഓക്കെ ഗൈസ്, ഇനി ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് കയറണം. അതാണ് ഇനി അടുത്ത ടാസ്ക്. ഓക്കെ ഗൈസ്, ഇനി ഇവിടെ ഇത്തിരി ടാസ്ക്കാണ്. പക്ഷേ ഈ വണ്ടി സുഖമായിട്ട് കയറും കേട്ടോ. വണ്ടി നല്ല വലിയ ചക്ക ടയറൊക്കെ ആയതുകൊണ്ട് നൈസായിട്ട് കയറിപ്പോണ്ട്. എൻ്റെ മോനെ. ഓക്കെ, സെറ്റ്. കയറി കേട്ടോ. വണ്ടി ഇങ്ങനെ പൊളിച്ച് കയറി.
ഈ വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. നമ്മുടെ ഓഫ് റോഡ് എല്ലാ കളക്ഷനിലും ഒരു അടിപൊളി വണ്ടിയാണ് കേട്ടോ ഇത്. എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. ഇനിയിപ്പോൾ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഗൈസ്. നമ്മളെന്തായാലും ആദ്യം എത്തി. വെറുതെ തകർപ്പം വണ്ടി കേട്ടോ ഈ ഫോർച്യൂണർ. ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2 hours later. ഓക്കെ ഗൈസ്, നമ്മുടെ ആൾക്കാരിത് എത്തിയിട്ടുണ്ട്. ഇവന്മാരെങ്ങോടെ പോണേന്നൊരു പിടിയില്ല. എൻ്റെ മോനെ, അവരങ്ങോട്ട് പോയി പാർക്ക് ചെയ്തിട്ടുണ്ട്. അവരങ്ങോട്ട് കൊണ്ടേ നിർത്തുള്ളൂ കേട്ടോ. അവിടെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ നേരം എടുത്തു. ഞാൻ ഒരു 12 മണിക്കൂറായി ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. എന്തായാലും അവരെത്തി ഫൈനലി. അപ്പോൾ ഗൈസ്, അവരെല്ലാവരും ഇവിടെ വന്ന് സെറ്റായിട്ട് നിൽക്കേണ്ടത്. നമ്മുടെ ട്രിപ്പൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയി. നമ്മൾ ചെയ്യാൻ പോകുന്ന നേരെ നമ്മൾ ഡൗൺ ഹില്ല് പോവും. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിപ്പ്. എല്ലാവരും സെറ്റാക്കിയിട്ടുണ്ട്. ഈ വണ്ടി കൊള്ളാം. എനിക്ക് ഈ BMW X6 ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. വണ്ടി ഇൻറ്റീരിയറൊക്കെ ജസ്റ്റ് നമുക്ക് നോക്കിയാൽ ഗൈസ്. വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്നും കയറാൻ പറ്റുന്നില്ലല്ലോ. കയറാൻ പറ്റും. ഓക്കെ, വണ്ടി ഓഫ് ചെയ്തിട്ടൂടെ? വെറുതെ പെട്രോളൊക്കെ എന്താ വില. ഇൻറ്റീരിയറൊന്നും രക്ഷയില്ല കേട്ടോ. വെറുതെ അല്ലാത്തൊരു പവറിലാണ് കയറി വന്നത് അവർ. എന്തായാലും വണ്ടി ഓഫ് ചെയ്തിട്ടേക്കാം, വെറുതെ പെട്രോൾ കളയണ്ട. അപ്പോൾ നമുക്ക് നൈറ്റ് ടൈം വരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ഗൈസ്. കുറച്ച് സമയം എടുക്കും എന്തായാലും. ഓക്കെ ഗൈസ്, നമ്മളിത് ഇവിടെ നിന്ന് നമ്മുടെ നൈറ്റ് ടൈം ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. എൻ്റെ അമ്മ, ഫോർച്യൂണർ ലൈറ്റാണ് കത്തുന്നത്. രക്ഷയില്ല. ഫോർച്യൂണർ വെറുതെ അടിപൊളി കേട്ടോ. നമുക്ക് എന്തായാലും ഇപ്പോൾ നമ്മുടെ ട്രിപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഗൈസ്, എന്തായാലും വണ്ടി കയറിക്കോ. നമുക്ക് എന്തായാലും തിരിച്ചു പോകാം. ഇന്നത്തെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമുക്ക് എന്തായാലും ഞാൻ ഫോർച്യൂണർ അടുത്ത് ഇറങ്ങുവാണ്. സിറ്റിന്ന് ജസ്റ്റ് നോക്കി ഗൈസ്. എൻ്റെ അമ്മ, ചീറ്റ് കോഡോ. ഓക്കെ, നമുക്ക് സിറ്റിയൊക്കെ ജസ്റ്റ് നോക്കാം. എല്ലാം വെറുതെ ക്ലിയർ. വെള്ളം ഉണ്ടോ കാണുന്നത്? ദൂരെ കാണുന്നത് വെള്ളമാണ്. എന്തായാലും നൈസായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എന്തായാലും. അപ്പോൾ എന്തായാലും ഗൈസ്, വണ്ടി കയറിക്കോ. നമുക്ക് ഇനി സമയമൊന്നും കളയാനില്ല. അപ്പോൾ എന്തായാലും പോവാം. ഓക്കെ ഗൈസ്, അവരിതേ വണ്ടി കയറാൻ പോയിട്ടുണ്ട്. നമുക്ക് ഓടിച്ചാടി കയറി പോവാം. ഓക്കെ ഗൈസ്, ലെസ്റ്ററിനെ കൊണ്ടുപോയാൽ മതിയായിരുന്നു. വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോളോ ചെയ്താൽ നൈസായിട്ട് ചാടിച്ചിറക്കണം. ആ വണ്ടിയുടെ സസ്പെൻഷൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അമ്മ ആ വഴിയാണ് പോകണം. ആ വഴി ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, നമുക്ക് ഈ വഴി പോവാം. നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. നമുക്ക് താഴെ എത്തിയാൽ മതിയല്ലോ. അപ്പോൾ അതേ നമ്മുടെ ട്രാവലിങ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ലൈറ്റൊക്കെ ഇട്ടുണ്ടോ നോക്കട്ടെ. ലൈറ്റൊക്കെ സെറ്റാണെല്ലാനും. എൻ്റെ അമ്മ, ഇപ്പം എല്ലാ ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോർച്യൂണർ എഴുതിയേക്കുന്നതൊക്കെ നമ്മൾ നൈസായിട്ട് തെളിയുണ്ട് ഗൈസ്. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. കംപ്ലീറ്റ്ലി ഒരു ഫോർച്യൂണറാണ്. നമുക്ക് ഇൻറ്റീരിയറും കൂടി ജസ്റ്റ് നോക്കിയേ ഗൈസ്. ഇൻറ്റീരിയറൊക്കെ കൊള്ളാം, സെറ്റാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ. പക്ഷേ ഇങ്ങനെ നോക്കി ഇത് ഓടിച്ചാണ്ടല്ലോ നേരെ നമ്മൾ വെള്ളത്തിൽ കിടക്കും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ഓടിക്കാം. 3rd person വ്യൂ തന്നെ ഓടിക്കാം. ഈ ലൈറ്റ് ഇപ്പോഴാണ് ലൈറ്റ് ഓൺ ആയത്. നേരത്തെ ലൈറ്റ് അപ്പോൾ ശരി എന്നാൽ ബൈ. താഴെ കാണാം. ഇവന്മാരോട് ഞാൻ പറഞ്ഞതാണ്, തീർത്തിപ്പെട്ട് പോയാൽ ഇങ്ങനെ ഇരിക്കുന്നു. ഈ ലൈറ്റ് ഇട്ട് പോവാം ഗൈസ്. മറ്റേ ലൈറ്റ് ഓൺ ആക്കിയിട്ട് വെച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അവന്മാർ താഴെ എത്തിക്കോളും. നമുക്ക് പ്രശ്നമൊന്നുമില്ല. ആ വണ്ടി ഇത്രയും കൂടി സ്ട്രോങ് ആണ്. ഇതുപോലെയല്ല, അതൊരു BMW ആണല്ലോ. ഇതും സ്ട്രോങ് ആണ്, ഇതും ഡബിൾ സ്ട്രോങ് ആണ്. പക്ഷേ അവന്മാർ നേരെ താഴോട്ട് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അടിവാരത്തു നിന്ന് കോരാവന്മാർ, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല ഗൈസ്. ഓക്കെ, ബാക്കിൽ ലൈറ്റ് ഓഫായല്ലോ. എന്താ ബാക്കിൽ ലൈറ്റ് ഓഫായിട്ടുണ്ട്. എന്താ കാര്യം എന്ന് മനസ്സിലാവണല്ലോ. ഓക്കെ ഗൈസ്, നമ്മൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തോ പറ്റിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ലൈറ്റിലാണ്ട് പോകുന്നത് ഒരു രസമില്ല ഗൈസ്. അവന്മാർ ഇറങ്ങി അവിടെ പോയിട്ടോ. എനിക്ക് തോന്നില്ല അവന്മാർ താഴെ കൂടെ കയറി വരാൻ ശ്രമിക്കും നമ്മളെ പുറകെ എത്താൻ വേണ്ടി. അവന്മാരിപ്പോൾ ഓക്കെ ആയിട്ടിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, നമ്മളിവിടെ ഈ ടേണൊക്കെ ഇത്തിരി ഡാർക്കാണ് ഗൈസ്. മര്യാദയ്ക്ക് എടുത്തില്ലെങ്കിൽ താഴെ എത്തും നമ്മൾ. ഓക്കെ, അത് വലിയ കുഴപ്പമില്ലാതെ എടുത്തു. ഇനി അടുത്തത് ഓക്കെ, ഇതും വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഇവിടെ ഒരു വലിയ ചാട്ടം വരാനുണ്ട്. ആ ചാട്ടമാണ് എനിക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നത് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഇടിവെട്ടും മഴയൊക്കെ വന്നിട്ടുണ്ട്. ഒരു കറക്റ്റ് ഒരു അടിപൊളി ഓഫ് റോഡ് വൈബ് വരുന്നുണ്ട്. നല്ല മഴയത്തൊക്കെ പോണത്. എന്താ ഇടിവെട്ടൊക്കെ നൈസായിട്ട് കേൾക്കാം കേട്ടോ. ഗെയിം ഉണ്ടാക്കിയതിന് സമ്മതിക്കണം കേട്ടോ. എന്തോരം ഫീച്ചേഴ്സ് അവർ കൊടുത്തായിരുന്നു. നല്ല ഇടിവെട്ടായിരുന്നു. കൊള്ളാം. ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങണം. ഇവിടെയാണോ ചേട്ടൻ? ഇത് തന്നെ. റിവേഴ്സ് വേണ്ട. റിവേഴ്സ് കളയില്ല വണ്ടി. നൈസായിട്ട് ലെഫ്റ്റ് എടുത്ത് കയറാം ഗൈസ്. ഈ സമയത്ത് എങ്ങാനും വണ്ടി മറിഞ്ഞു പോയാണ്ടല്ലോ. അവന്മാരെവിടെ പോയെന്ന് ഒരു പിടിയില്ല. അപ്പോൾ എല്ലാ ആവശ്യത്തിനും വിളിക്കാൻ പോലും ആരുമില്ല. അല്ല, അത് നൈസായിട്ട് എടുത്തു. അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ച ചാട്ടം. വലിയ കുഴപ്പമില്ലാണ്ട് നമ്മൾ എടുക്കാൻ പറ്റി നമുക്ക്. ഓക്കെ, ഇവിടെ വെള്ളമൊക്കെ വരാൻ തുടങ്ങി. ഓക്കെ, കൊള്ളാം. എൻ്റെ ഇതാവല്ലേ. ഓക്കെ ഗൈസ്, നമ്മൾ നൈസ്. ഓക്കെ. ഈ വഴിയാണ്. ഓക്കെ, ഞാൻ ഇപ്പം നൈസായിട്ട് അങ്ങോട്ട് ചാടിയും കൊണ്ടിട്ട് സസ്പെൻഷൻ ഓടിച്ച് കയറ്റിയിരുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ നൈസായിട്ട് ഇറങ്ങുവാണ്.
അവിടെ നല്ലൊരു ഇടിവെട്ട് വെട്ടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ അടുത്ത ചാട്ടം ഇത് അടുത്ത ചാട്ടം അല്ലേ? അതെ, അടുത്ത ചാട്ടമാണ്. ഇതിങ്ങനെ കറക്കിയെടുക്കുക. എൻ്റെ മോനെ, ഓ പണിപാളി ഗൈസ്. ഫുൾ സ്പീഡിൽ എടുക്കണം, അല്ലാണ്ട് കയറത്തില്ല വണ്ടി. നമുക്ക് അവിടെ കൊണ്ട് ഇടിച്ച് നിർത്താം. ഓക്കെ, ഇത്തിരി ടാസ്ക് ആയിരിക്കും കയറാം. ഒന്നിലെ മഴയാണ്, ഫുൾ വെള്ളമായി കിടക്കുവാണ്. നമ്മൾ എങ്ങനെയെങ്കിലും മുമ്പോട്ട് കയറണം, അല്ലെങ്കിൽ കയറത്തില്ല. ഓക്കെ, ട്രാക്ഷൻ കിട്ടി. ഇനി ആ ഒരു ഇതിൽ കയറിപ്പോയാൽ പോയി. ഓ, ഇത് പോണില്ല കൈ, ഇത്തിരി പവർ വേണം. ഓക്കെ, നമുക്ക് കുറച്ച് പവർ എടുക്കാം. ഓക്കെ, പവർ ഇട്ടുണ്ട്, കുഴപ്പമില്ല. എൻ്റെ മോനെ, കയറി. കയറി. ഇത്തിരി ടാസ്ക്കാണ് ഈ വഴി വരൽ. ഓക്കെ, ആദ്യം റോഡിലോട്ടൊന്ന് കയറട്ടെ. ഓക്കെ, റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ചാട്ടം വരുന്നതിന് മുമ്പ് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട്. ഓക്കെ, അതും ചാട്ടമാണ്, നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. വേറെ ചാടിക്കഴിഞ്ഞാണ്ടല്ലേ വണ്ടി പിന്നെ ബ്രേക്ക് എടുത്തില്ല. നമുക്കൊന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താൻ നല്ല ടാസ്ക് ആയിരിക്കും. ഓ, താഴെ ലൈറ്റൊക്കെ കാണുന്നുണ്ട്. മഴയായതുകൊണ്ട് എല്ലാം ഇത്തിരി ഡാർക്കായി ഗൈസ്, അതാണ് പറ്റിയത്. ഓക്കെ, സെറ്റ്. ഓ, കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം ഗൈസ് മാപ്പിൽ, അല്ലെങ്കിൽ വഴി എന്തായാലും നമ്മുടെ തെറ്റും. അവരവിടെ തന്നെ കിടക്കുക. അവരെനിക്ക് തോന്നുന്നു അവരെ ഇനി പൊക്കാൻ വേണ്ടി വേറെ ആൾക്കാരെ വരുത്തണം, അല്ലാണ്ട് വേറെ വഴിയില്ല. ഓക്കെ, ഇങ്ങോട്ട് പോകാനാണ് നമ്മുടെ മാപ്പ് പറയുന്നത്. ഇവിടെയൊക്കെ വഴിയുണ്ടോ ഈശ്വര? ഓക്കെ, അത് കുഴപ്പമില്ലാത്തൊരു വഴിയാണല്ലോ. അപ്പം നമ്മൾ താഴെ എത്തിയിട്ടോ. നമ്മൾ പെട്ടെന്നായിരുന്നു നമ്മുടെ താഴോട്ടുള്ള ജേണി, ഭയങ്കര അടിപൊളിയായിരുന്നു. അതെ, ഓക്കെ. റോഡ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഓ, ഫുൾ പവറിലെടുത്ത എൻ്റെ മോൻ ഇപ്പോൾ പോയാൽ. എനിക്ക് വേണം നമ്മൾ ബുട്സിൻ്റെ സൈഡിൽ കൂടെ ആയിരിക്കും നമ്മൾ പോകാൻ പോകുന്നത്. എന്തായാലും ഓഫ് റോഡ് ഇപ്പോൾ തകർത്തു കിട്ടും എനിക്ക്. ഓ, മുകളിലോട്ട് കയറാനാണ് പറഞ്ഞേക്കണേ. കയറി. കുറച്ചുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ എന്തായാലും നമ്മൾ എൻ്റെ മേടി വിട്ട് കണ്ടോ. ഇഷ്ടപ്പെടുമെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മൾ ഓൺ ദ റോഡ് 10K ആണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് എന്തായാലും അത് അച്ചീവ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ചാനൽ ഈ ചെയ്തേക്കുന്ന വണ്ടികളൊക്കെ കംപ്ലീറ്റ്ലി എക്സ്ക്ലൂസീവ് വണ്ടികളാണ്. ഇത് വേറെ ഒന്നും കാണാൻ പറ്റില്ല, അത്രയും എക്സ്ക്ലൂസീവ് വണ്ടികളാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് കഷ്ടപ്പെട്ട് ട്രൈ ചെയ്ത് ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, പോകണം എല്ലാവരും. ഓക്കെ, നൈസായിട്ട് നമ്മൾ കയറുവാണ് അങ്ങോട്ട്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് കയറാം. ഓക്കെ ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ താഴോട്ട് എത്താറായി. താഴോട്ട് നമ്മൾ ഓൾറെഡി എത്തി. നമ്മൾ കയറി വന്ന മറ്റേ ഹൈവേയിലോട്ടുള്ളൊരു വഴിയാണത്. ബട്ട് ഇത് ഇത്തിരി ടാസ്ക്കാണല്ലോ. നമ്മൾ ഈ വന്നത് ഈ വഴി തന്നെയാണോ? ഒരു ഓർമ്മ കുറവുമല്ല. ഓക്കെ ഗൈസ്, ഓ, അത് വലിയ കുഴപ്പമില്ലാത്ത ടേണിങ് ആയിരുന്നു. അതും സീനില്ല. ഓക്കെ, അതും വലിയ സർക്കിളില്ലാത്തൊരു ടേണിങ് ആയിരുന്നു. ഓക്കെ ഗൈസ്, ഇതൊരു പുതിയ റോഡാണെന്ന് തോന്നിട്ടത്. എന്താ അമ്മ ഇത് വരെയും പുതിയ പട്ടി എന്തോ റോഡിലേക്ക് ഉണ്ടായിരുന്നു ഗൈസ്. അത് പട്ടിയാണ്, പുലിയൊന്നുമില്ല. പുലി നമ്മുടെ പുറകെ ഉണ്ട്. വേറെ അവിടെ കിട്ടുമ്പോൾ നമുക്ക് വണ്ടി കയറ്റി കൊണ്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ എൻ്റെ മോനെ ഫ്ലിപ്പായി ഇല്ല. എൻ്റെ 2 ഹസാർഡ് ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് ഞാൻ. ഇൻ കേസ് ഓഫ് എനി എമർജൻസി അത് ആവശ്യം വരും. അത് ഓണാക്കി ഇട്ടേക്കാം. ഈ വണ്ടി കൊള്ളാം കേട്ടോ, നല്ല പവറും ഉണ്ട്. അത് ലുക്കാണ് കാണാൻ, അതാണ് ഏറ്റവും ബെസ്റ്റ് പാർട്ട് വണ്ടിയുടെ. ഓക്കെ ഗൈസ്, നമ്മൾ താഴോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന എന്തായാലും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. നമ്മുടെ ഈ ഓഫ് റോഡ് ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ ബൈ.